ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മുടെ കിച്ചു കൂടെ രാവിലെ തന്നെ സ്വിമ്മിംഗ് പൂൾ എടുത്തുകൊണ്ട് ഇറങ്ങിയേക്കോ കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ ഫിഷിങ് ചെയ്യണമെന്ന്. അത് അവൻ്റെ പുതിയ സ്വിമ്മിംഗ് പൂളെന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ ആയി. അപ്പം അതിനവന് ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര നിർബന്ധം. അങ്ങനെ ഒരു മാലയുടെ ഒരു വള്ളി അവൻ്റെ കൈ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫിഷും വേണമല്ലോ ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ അവിടെ നിൽക്കുന്ന ആ ചെടിയുടെ കുറേ പൂക്കളുണ്ടായിരുന്നു വാടി നിൽക്കുന്ന. ആ പൂക്കളെല്ലാം കൂടെ ആ സ്വിമ്മിംഗ് പൂളിലുള്ള ആ വെള്ളത്തിനകത്തോട്ട് എടുത്തിട്ട് അങ്ങനെ കൈ ഇരിക്കുന്ന മറ്റേ മാലയുടെ ആ ഒരു വള്ളിയും കൂടെ വെച്ചിട്ട് ഇങ്ങനെ മോനെ ഫിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുത്തു. അങ്ങനെ പതുക്കെ ആ ഓരോ മറ്റേ ഉണങ്ങിയ പൂക്കളും മറ്റേ വള്ളി വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ പതുക്കെ അനങ്ങാതെ എടുത്ത് ഒരു ചെറിയ മീൻ പിടിക്കുന്ന രസം. അങ്ങനെ പുള്ളിക്കാരൻ്റെ ആ ഒരു കൊച്ചാഗ്രഹം അങ്ങനെ സാധിച്ചു കൊടുത്തു. അങ്ങനെ അമ്മാമ്മയും മോന് രാവിലെ തന്നെ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിന്ന് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഫിഷിങ് ചെയ്ത് ലാസ്റ്റ് ആ മാല അമ്മയുടെയിലൊക്കെ. ഇത് നമ്മുടെ മാവിലെ മാങ്ങ കേട്ടോ. ഇഷ്ടംപോലെ മാങ്ങ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മാങ്ങയെന്ന് വെച്ചാൽ മറ്റേ പുളിച്ചി മാങ്ങ കേട്ടോ, നല്ല പുളിയാണ്. പിന്നെ നമ്മളെ മുല്ലയ്ക്കകത്താണെങ്കിൽ മുല്ലപ്പൂവൊക്കെ കിട്ടി. പിന്നെ നമ്മൾ കിച്ചുകൂടൻ്റെ അടുത്ത എപ്പോഴും ചെയ്യുന്നൊരു പണിയാണ് ചെടിക്ക് വെള്ളം ഒഴിക്കണം. പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെടിയിലൊക്കെ നല്ല പോലെ വെള്ളം ഒഴിച്ച് ഇരുന്നു. പിന്നെ ഇത് നമ്മളെ വീട്ടിലുണ്ടായ പേരയ്ക്കാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഇഡലിയായിരുന്നു. ഇഡലിയെല്ലാം കഴിച്ച് പിന്നെ ഒരു ഉച്ചയായപ്പോഴത്തേക്കും അമ്മാമ്മയും കൊച്ചുമോനും കൂടെ ആണെങ്കിൽ ഇങ്ങനെ ഈ നമ്മൾ കർച്ചീഫാണെങ്കിൽ ഉരുട്ടിയിട്ട് ഇങ്ങനെ ബോൾ പോലെ ആണെങ്കിൽ എടുത്തെറിഞ്ഞ് കളിയൊക്കെ തുടങ്ങി. കിച്ചുകുട്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെ കിച്ചുകുട്ടനെ ഉറങ്ങാനൊക്കെ കിടത്തി. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.